That BGM. Woo! Wow. ചെങ്സ്റ്റോക്ക്. അപ്പൊ നമ്മളുടെ സൂര്യന്റെ കങ്കുവ മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. ലൈക്ക് 2 ദിവസം മുന്നേ നമ്മൾ ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടേ ഉള്ളൂ, സൂര്യൻ എന്തോ പരിക്കുന്നൊക്കെ പറഞ്ഞിട്ട്, കങ്കുവ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് തലയ്ക്ക് എന്തോ പരിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. സോ വി വിഷ് ഫോർ ഹിസ് സ്പീഡി റിക്കവറി. അതിന് മുന്നേ ഇതുപോലെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ലൈക്ക് എന്തോ ഒരു ഫൈറ്റ്. ഐ ഫീൽ ലോട്ട്സ് ഓഫ് ഫൈറ്റ് സീൻസ് ഇൻ ദിസ് മൂവി. നമ്മൾ കേട്ട അപ്ഡേറ്റ്സിലൊക്കെ ഭയങ്കര ആ ഒരു കാട്ടിലുള്ള ഫോറസ്റ്റിലുള്ള ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ്സ് ഉണ്ട് എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ന്യൂസ് ഒക്കെ വന്നിരിക്കുന്ന സമയത്താണ് ശരിക്കും കങ്കുവ മൂവിയുടെ ട്രെയിലർ ഇതേ വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും ഒരു ഹൈ നമ്പർ സാധനമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഹൈ എക്സ്പെക്ടേഷൻ ആണ്. കാരണം വെച്ചാൽ വന്ന അപ്ഡേറ്റ്സ് ഒക്കെ അടിപൊളിയാണ്. പ്രത്യേകിച്ച് ലാസ്റ്റ് ഇറങ്ങിയ ഫയർ സോങ് അടക്കം ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മാസീവ് സംഭവം ഉണ്ട്. കാരണം DSPയുടെ മ്യൂസിക് ആണ്, ശിവ എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ ശരിക്ക് കമേഴ്ഷ്യൽ പടം നന്നായിട്ട് എടുക്കാൻ പറ്റുന്ന ഡയറക്ടറാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പീരീഡും പ്ലസ് പുതിയ കാലവും രണ്ടും കൂടി മിക്സ് ചെയ്ത് എടുക്കുന്ന സമയത്ത് എത്ര നന്നായിട്ട് എടുക്കുന്നുള്ളത് നമുക്ക് കാണാം. അതാണ്. ആൻഡ് അത് മാത്രമല്ല, നമ്മൾ 1 year വെയിറ്റിംഗ് ഫോർ ഓൾമോസ്റ്റ് 1 year ഫോർ ദിസ് മൂവി. അതായത് ഓൺ ഹിസ് ബർത്ത്ഡേ ലാസ്റ്റ് ഇയർ ഇത് അനൗൺസ് ചെയ്ത സമയം തൊട്ടിട്ട് വി ആർ വെയിറ്റിംഗ്. കാരണം ആ ഒരു ലുക്ക് നമ്മളെ കാണിച്ചപ്പോ തന്നെ വി റിയലി വാണ്ടഡ് ടു വാച്ച് ഹിം ഓൺ ബിഗ് സ്ക്രീൻ. ആൻഡ് ദാറ്റ് ടു ബോബി ഡിയോൾ ഉണ്ട്. അതാണ് ആ ഒരു തംബ്നെയിലിൽ തന്നെ their face off തന്നെയാണ് കാണിക്കുന്നത്. എന്തായാലും നമുക്ക് കാണാം. റെഡി? ரொம்ப வாழும் இந்த தீவுக்குள்ள எத்தனையோ மர்மங்க கொட்டி கிடக்குது. ഓ ഒരു നറേഷൻ ഉണ്ടല്ലോ. எல்லாத்தையும் விட புரியாத மர்மம் ഒരു ഡിഫറെന്റ് ആണ് കേട്ടോ, ഒരു ക്ലാസിക്. விருந்திருந்த வாரீரோ. Sound was given him the sound. ഭയങ്കര മാറി മേലെ ഇറങ്ങി അവൻ அந்த മണ്ടയോട്ട് രക്തത്തെ നിറപ്പി അടുത്തേക്ക് കൊണ്ടുവാ. സൗണ്ടിന് എഫക്ട് ഉണ്ട് നല്ല. സുരന്റെ കണ്ണെന്നല്ലേ ഫോക്കസ് ആയത്. பத்தென்ற சொட்டு சொட்டுறதுக்குள்ள கங்குவா இங்க வரணும். ഓ that BGM. Wow. ഒരു മറ്റേ വക്കാന്തയിൽ ഒരു സ്ഥലത്തൊരു സാധനം കയ്യില്. Epic emotions. It's not only a complete mass, no, something is there. அறுபத்தியன் சிரம் மடுனாலும் உருளும் உன் நெற்றியும் உன் ஞானம் மண்கொடா மண்டியா. Oh, that's what വീരനെ. Yeah. ഐ രണ്ടുപേരും പെർഫോമൻസ് രക്ഷയുണ്ടാവില്ലട്ടാ. വിഷ്വൽസ് നൈസ്ലി. God. ഫൈറ്റ് വെറുതെ അല്ല പരിക്ക് പറ്റിയെന്ന് പറഞ്ഞത്. That's why. Wow, I was waiting for this. I don't know. 10-24. ആൻഡ് ഇതിന്റെ അകത്ത് കാണിച്ചിരിക്കുന്ന ഫുള്ളി ആ ഒരു ഗെറ്റപ്പ് തന്നെയാണ്. മറ്റേ ഗെറ്റപ്പ് കാണിച്ചില്ല. ഇനി മറ്റേ ഗെറ്റപ്പാണ് അവസാനം കാണിക്കാൻ. ഫീൽ ആക്ച്വലി ലൈക്ക് ഒരു ഡിഫറെന്റ്. നമ്മള് വി എക്സ്പെക്ടഡ് ആക്ച്വലി ആ ഒരു സംഭവങ്ങളൊക്കെ വന്ന സമയത്ത് ഓക്കെ ഇറ്റ്സ് ഒരു നമ്മൾ കണ്ടാക്കുന്ന ഒരു പടം. പക്ഷെ ഇത്
അതല്ല ദാറ്റ് ഒരു നമ്മള് മുന്നേ കണ്ട ഗ്ലിംസിലൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മാസീവ് സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ദിസ് ടൈം ആ ഒരു സ്റ്റോറി ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു നറേഷൻ, ആ ഒരു കാർഡിന്റെ എഫക്ട്, ആ ഒരു കുറച്ചൊരു നമ്മൾ പറയില്ലേ വേറൊരു രീതിയിലാണ് പറയുന്നത്. നോട്ട് കംപ്ലീറ്റ്ലി മാസ്, different, because I was feeling like a Bobby Deol's sound was I felt like സൂര്യന്റെ സൗണ്ട് പോലെ തന്നെ തോന്നുന്നുണ്ടായിരുന്നു. ലൈക്ക് എനിക്ക് വേറൊരു മോഡുലേഷൻ, ഏകദേശം സൂര്യന്റെ വോയിസിനോട് സിമിലാരിറ്റി ഭയങ്കരമായിട്ട് തോന്നിക്കുന്നുണ്ടായിരുന്നു. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ സീൻസ് ഐ വാസ് ഗെറ്റിംഗ് കൺഫ്യൂസ്ഡ് വെദർ ഇറ്റ് ഇസ് സൂര്യൻ ഓർ ബോബി ഡിയോൾ. They both are looking almost same, right? രണ്ടുപേരും ഭയങ്കര രസം കാണാൻ. ആൻഡ് ദാറ്റ് ടു സൂര്യന്റെ ആ ഒരു ഓൾറെഡി പെർഫോമൻസ് സാധനങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഇത് കംപ്ലീറ്റ്ലി ഒരു മാസ് ആയിരിക്കില്ല, അതിന്റെ അകത്ത് ഒരു സംഭവം കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് വി നോ ദാറ്റ് ഈസ് കമ്മിങ് ഇൻ ഡിഫറെന്റ് ഗെറ്റപ്സ് ഇൻ ദിസ് മൂവി. അപ്പൊ അതിനകത്ത് നമ്മളെ കാണിക്കുന്നത് ഈ ഒരു ഗെറ്റപ്പിലാണ് മോസ്റ്റ്ലി. Because other get-up-ലൊക്കെ just photos ഒക്കെ കാണിച്ചെങ്കിലും this is what actually always they are showing. ഇതേ കാണിക്കുന്നുള്ളൂ. ഞാൻ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ആ ബീജിയം എവിടെ പോയി ഭയങ്കര അവസാനാണ് അത് വന്നത്. അത് കറക്റ്റ് എൻഡിൽ നമ്മൾ പറയില്ലേ, ആൻഡ് വാസ് കമ്മിങ് ആരോ വരുന്നുണ്ട് വിത്ത് ഓൾ ലൈക്ക് സ്കൾ സ്കളെന്നല്ലോ അതൊക്കെ ആയിട്ട് വരുന്നുണ്ട് കമ്മിങ് ഇൻ ആ ഒരു ഹോഴ്സിന്റെ പുറത്ത്. സസ്പെൻസ് ഫാക്ടർ തരാൻ നോക്കി. ഐ ഫീൽ ദാറ്റ് ഇസ് ഓൾസോ സൂര്യൻ. സാധ്യതയുണ്ട് സൂര്യൻ തന്നെ വേറൊരു ഗെറ്റപ്പ് ആണോ ഡൗട്ട് ഉണ്ട്. നമ്മളെ റിവീൽ ചെയ്യാത്ത ഏതെങ്കിലും ഗെറ്റപ്പ് ഉണ്ടോ എന്ന് അറിയില്ല. ബോബി ഡിയോൾ സൂര്യന്റെ വേറെ എന്തെങ്കിലും സംഭവമാണോ അങ്ങനത്തെ ഒരു? പക്ഷെ ഇവര് രണ്ടുപേരാണോ മെയിൻ സംഭവം? ആംബിയൻസ് കാണിച്ചിരിക്കുന്നത് ആ ഒരു കാർഡ് എഫക്ട് നല്ലോണം കിട്ടുന്നുണ്ട്. ദാറ്റ്സ് വൈ സോ മച്ച് ആ ഒരു ഫൈറ്റിംഗ് സംഭവം ഉണ്ട്. അതുകൊണ്ടാണ് ലൈക്ക് ഇപ്പോ ഏകദേശം ഇതിനകത്ത് കുറെ പരിക്ക് സംഭവമൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. ആൻഡ് ദിസ് ടൈം ഇസ് ഓൺ തലയിലാണ് പരിക്കുന്നൊക്കെ പറയാം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹൗ മച്ച് ആ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും ഫോർ ദ ഫൈറ്റ് സീൻസ് ആൻഡ് ഓൾ. ലൈക്ക് ഇതിനകത്ത് ഇപ്പൊ തന്നെ നമ്മൾ കണ്ടില്ലായിരുന്നോ ഒരു കാട് വെള്ളം മല അങ്ങനെ കുറെ സംഭവം. പിന്നെ എനിക്ക് ഒരു സ്ഥലത്ത് മാത്രം ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി. എന്താ പറയുക, ആ ഗ്ലിംസിലും മറ്റേലൊക്കെ കണ്ടൊരു ഫയർ ഇല്ലേ, ആ ഫയർ ട്രെയിലറിൽ കുറച്ച് കുറഞ്ഞ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. കുറച്ചൊരു ഡിപ്പ് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ മൈറ്റ് ബി ബിക്കോസ് ഓഫ് ഇതിനകത്ത് ഒരു സ്റ്റോറി ഓറിയന്റഡ് സംഭവമാണ് കുറച്ചുകൂടി കാണിച്ചത്. ലൈക്ക് അതാ ഞാൻ പറഞ്ഞത് കുറച്ചും കൂടി മൈറ്റ് ബി ലൈക്ക് അത് എനിക്ക് തോന്നുന്നത് if they show everything then what would അല്ലല്ല ഞാൻ പറയുന്നത് ആ ഒരു സ്ഥലത്ത് മാത്രം. ബാക്കിയൊക്കെ പ്രത്യേകിച്ച് എൻഡിലോട്ട് ആ കാണിച്ചത് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഞാനതാ പറഞ്ഞത് പെർഫോമൻസ് ഓറിയന്റഡ് ആവാനാണ് സാധ്യത. പെർഫോമൻസ് ആൻഡ് ഇമോഷൻ പറയുന്നുണ്ടായിരുന്നു, അവരെന്നെ പറയുന്നുണ്ട് റിവെഞ്ചിന്റെ ഇമോഷന്റെ എല്ലാം ഉണ്ട്. ആ ഒരു കണ്ടന്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ട്രെയിലർ ഇറക്കിയ ഒരു ഫീൽ ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഒബ്വിയസ്ലി നമുക്കറിയാം സൂര്യണ്ണൻ ഒരു മൂവി സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിലൊന്നും ഇല്ലാണ്ടൊന്നും സെലക്ട് ചെയ്യില്ലല്ലോ. ഡെഫിനറ്റ്ലി ദർ വുഡ് ബി സംതിങ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ചലഞ്ചിങ് ടു ഡു and would be very pleasant to audience. Pleasant എന്നാണ് മറ്റേ സീൻ എന്നല്ല, പക്ഷെ നമുക്ക് കാണാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ കുറെ അറുക്കും സാധനങ്ങളൊക്കെ, പക്ഷെ ദാറ്റ്സ് മോർ ഓഫ് കൊമേഴ്ഷ്യൽ സംഭവമാണ് കാണിച്ചിരിക്കുന്നത്. അവർ മാക്സിമം അങ്ങനെ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് ഇവൻ ഇൻ ട്രെയിലർ ടു. എന്തായാലും ശരിക്കും ഒരു ട്രൈബൽ അവരത് പറയുന്നുണ്ട്, ആ ഒരു ട്രൈബൽ സംഭവത്തിന്റെ ഒരു സംഭവങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. സോ ഇറ്റ്സ് ഡിഫറെന്റ് ആണ്, കംപ്ലീറ്റ് ഡിഫറെന്റ് ആണ്. ഐ പേഴ്സണലി ലൈക്ഡ് ഇറ്റ്. ഞാൻ ആ ഒരു തീഡ് എഫക്ട് ഒക്കെ മറന്നു. ഞാൻ വിചാരിച്ച മറ്റേതായിരുന്നു, അതായത് ആ ഒരു സാധനത്തിൽ കിട്ടിയ മറ്റേ ഗൂസ് ബം സാധനം അതിന്റെ ഒരു കുറച്ചൊരു കുറവ് പോലെ തോന്നി. പക്ഷെ കംപ്ലീറ്റ്ലി അല്ല, ചെറുതായിട്ടൊരു സംഭവം തോന്നി. അതവര് പറയുന്നത്. അപ്പൊ എന്തായാലും ഒക്ടോബറിലെ പടം വരികയാണ്. ഒക്ടോബറിലല്ലേ? ഒക്ടോബർ 10th പടം വരെയാണ്. അപ്പൊ എന്തായാലും ഷെയർ യുവർ ഒപ്പീനിയൻ അബൌട്ട് ദി ട്രെയിലർ. We'll see another video. Bye bye.